നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആപ്പിളുകൾ എങ്ങനെയാണ് സീഡിൽ നിന്ന് മുളപ്പിക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ മുളപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേരളത്തിലൊക്കെ ആപ്പിളുകൾ മുളപ്പിക്കണമെങ്കിൽ അതിൻ്റെ സീഡ് എടുത്ത് നമ്മൾ ഒരു കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ തണുപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 90 മുതൽ 120 ദിവസം വരെയെങ്കിലും നമ്മൾ ഈ സീഡ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ നമ്മൾ ഡ്രൈ ഔട്ട് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പർ ടവൽ വെച്ചിട്ട് നമ്മൾ ഒരു സിപ്ലോ കവറിലിട്ട് നമ്മൾ നനച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇപ്പം നമ്മൾ തണുപ്പുള്ള രാജ്യങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ നമുക്കിത് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് വിത്ത് മുളപൊട്ടി വരാനല്ല, ഒരു തണുപ്പ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡ്രൈ ഔട്ട് ആകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ വെള്ളം തുളിച്ച് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പം ചില സമയത്ത് ഇത് മുള പൊട്ടി വരുന്നത് കാണാം. അങ്ങനെ വരുവാണെങ്കിലും കുഴപ്പമില്ല, നമുക്കതും പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ന്യൂസിലാൻഡിലാണ്. ഇവിടെ നമുക്ക് തണുപ്പിന് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരിട്ടാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം നേരിട്ട് നമുക്ക് ഇതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളാണ് പ്ലാന്റ് ചെയ്യാം. പോട്ടി മിക്സ് എടുക്കുക, അതിലേക്ക് ഇതുപോലത്തെ വിത്തുകൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ആപ്പിളുകൾ മുളപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് വെറൈറ്റി ആണോ ആപ്പിൾ സീഡ് ഇട്ടിരിക്കുന്നത് ഒരിക്കലും ആ വെറൈറ്റി ആപ്പിൾ ഉണ്ടാകത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു റാൻഡം വെറൈറ്റി ആയിട്ടായിരിക്കും നമ്മളിരുന്ന് ആപ്പിൾ സീഡിൽ നിന്നുണ്ടാകുന്ന ആപ്പിളുകൾ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇതിനൊരു 8 മുതൽ 10 വർഷം വരെ എടുക്കും നമ്മൾ പ്ലാന്റ് ചെയ്ത് ഇതുപോലെ സീഡിൽ നിന്ന് മുളപ്പിച്ച ആപ്പിളുകളിൽ നിന്ന് ഒരു ആപ്പിൾ ഉണ്ടാകാനായിട്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ആപ്പിൾ നമ്മൾ സീഡ് മുളപ്പിച്ച് കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 വർഷം പ്രായമാകുമ്പോൾ നമ്മൾ കേരളത്തിൽ വളരാൻ സാധ്യതയുള്ള വെറൈറ്റികൾ സയൻ വുഡുകൾ കണ്ടുപിടിച്ച്, അതായത് അതിൻ്റെ കമ്പുകൾ എടുത്തുകൊണ്ട് വന്ന് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രോപ്പിക്കൽ ബ്യൂട്ടി, ആന എന്നിങ്ങനെയുള്ള വെറൈറ്റികളാണ് കേരളത്തിലൊക്കെ വളരാൻ സാധ്യതയുള്ളത്. അങ്ങനെയുള്ള വെറൈറ്റികളിലെ കമ്പുകൾ ശേഖരിച്ച് നമ്മൾ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം. ഇത് അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. കാരണം നമ്മളിത് വളർന്നു വന്ന് ഏകദേശം ഒരു 3-4 വർഷം എടുത്ത് അതിലേക്ക് ക്രാഫ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒത്തിരിയേറെ ക്ഷമ ആവശ്യമുള്ളതാണ്. പിന്നെ അതങ്ങനെ ചെയ്താൽ തന്നെയും നമ്മൾ ഈ ആപ്പിളിൻ്റെ റൂട്ട് സ്റ്റോക്ക് അത്ര വലിയ സ്ട്രോങ് റൂട്ട് സ്റ്റോക്ക് ഒന്നും ആയിരിക്കുകയല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള തൈകൾ വാങ്ങിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.